നമസ്കാരം. ഷുവർ പാസ് വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2023 തെർമൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം ഇത് നിങ്ങൾക്ക് യൂട്യൂബിലും മലബാർ പോളിടെക്നിക്കിന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ MRH റിസോഴ്സ് ഹബ്, ദാറ്റ് ഈസ് www.malabar resource hub എന്ന വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ വൈസ് ഉള്ള വീഡിയോ ആണ്. ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൊഡ്യൂൾ 1 പാർട്ട് എ ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ഔട്ട് എൻതാൽപി. എൻതാൽപി കാണാനുള്ള ഇക്വേഷൻ, എൻതാൽപി കാണാൻ എൻതാൽപി എന്നുള്ള സിമ്പിൾ എന്ന് പറഞ്ഞാൽ H ആണ്. H is the enthalpy. Enthalpy is equal to capital U plus P capital V. Capital V. But U is the internal energy and P is the pressure, V is the volume. Okay. By dividing by mass, by unit mass by dividing by unit mass. Unit mass കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നമുക്ക് കിട്ടാറുണ്ട്. H is equal to du, that is U, small letter u plus p small letter v. ഈ ഇക്വേഷനും ഇങ്ങനെ തരാറുണ്ട്. ഓക്കെ, ഇവിടെ പറയുമ്പോഴോ ഇവിടെ നമുക്ക് എൻതാൽപി എന്ന് പറയുന്നത് പെർ യൂണിറ്റ് മാസ് ആണ്. ഓക്കെ, H is equal to u plus pv. ഈ രണ്ട് ഇക്വേഷൻ ഇങ്ങനെയും ക്യാപിറ്റലും കാണാറുണ്ട്, സ്മോളിലും കാണാറുണ്ട്. അപ്പൊ ക്യാപിറ്റലിൽ കണ്ടിട്ട് സ്മോൾ കാണുമ്പോൾ എന്ത് ചെയ്യേണ്ട, ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. മറ്റേ യൂണിറ്റ് മാസിൽ പറയുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The properties that depend on the mass of the substance. Mass of the substance. നമുക്കറിയാം 2 type of property ഉണ്ട്. First, intensive property. And രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അല്ലേ, പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്? ഇവിടെ സ്റ്റാർട്ടിംഗിൽ ഈ ഐ അല്ലെ, ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടിനെ ഇന്റൻസീവ് പ്രോപ്പർട്ടിനും ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ എന്തെന്ന് വിളിക്കും, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഇവിടെ എന്താണ് പറഞ്ഞത്, ഡിപ്പെൻഡ് ഓൺ ദ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ്. അപ്പം ഡിപ്പെൻഡന്റ് ഏതായിരിക്കും, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ആൻസർ ഈസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഈ ഒരു ആൻസർ, ഇതിന്റെ ആൻസർ എന്താണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. എക്സ്റ്റെൻസീവ് എന്താണ്, ഡിപ്പെൻഡന്റ് ഓഫ് മാസിനെ ഡിപ്പെൻഡ്. എക്സാമ്പിൾ വോളിയം എന്താണ്, എന്തിന് എക്സാമ്പിൾ ആണ്, എൻതാൽപി, എനർജി, എൻതാൽപി, ഇതൊക്കെ പറയുന്നതൊക്കെ എന്താണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ബിയിലേക്ക് പോവാണ്. പാർട്ട് ബിയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം മേക്ക് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ ഫോളോയിങ് ലോസ്. താഴെ പറയുന്ന ലോസിന് സ്റ്റേറ്റ്മെന്റ്സുകൾ നിർമ്മിക്കുക. ഫസ്റ്റ് ചാൾസ് ലോ, ജൂൾസ് ലോ, അവഗാഡ്രോ ലോ എന്നിങ്ങനെയൊക്കെയാണ്. നമുക്കറിയാം ചാൾസ് ലോ ചെറിയ ക്ലാസ് തന്നെ പഠിക്കുന്നതാണ്. ചാൾസ് ലോ എന്താണ്? ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ, ചാൾസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ വോളിയം ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. നമുക്കറിയാം 3 വേരിയബിൾസ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഏതൊക്കെയാണ് 3 വേരിയബിൾസ്? ഒന്ന്, തെർമോഡൈനാമിക്സിന്റെ കേസിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അത് കൂടാതെ ഒന്നും കൂടി നമ്പർ ഓഫ് മോൾസ്. അങ്ങനെ 4 വേരിയബിൾസ് ആണ് നമുക്ക് എന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കാൻ വേണ്ടത്. അതൊക്കെയാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, അപ്പൊ ചാൾസ് ലോ പറയുന്നത് ആരൊക്കെ തമ്മിലാണ്? ചാൾസ് ലോ പറയുന്നത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് ആര് പറയുന്നത്? ചാൾസ് വരുന്നത്. അപ്പൊ പ്രഷറും എന്ത് ചെയ്യണം, നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആക്കി വെക്കണം. എന്താ പറയാ, അതെന്താ പറയുന്നത്, Charles law states that the volume of an ideal gas is directly proportional to absolute temperature at constant pressure. Pressure constant ആയിരിക്കുമ്പോൾ volume is directly proportional to temperature for the definite mass of the substance എന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് പറയണം. ഫോർ എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് the volume is directly proportional to absolute temperature at constant pressure ആയിരിക്കുമ്പോൾ. അപ്പൊ അത് കുറച്ചുകൂടി വൃത്തിയായി. ഓക്കെ, ഇതാണ് എന്ത് വിളിക്കുന്നത്, ചാൾസ് ലോ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ചാൾസ് ലോ പറഞ്ഞാൽ എന്താണ്, V is directly proportional to temperature. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. വോളിയം തരും, V1 V2 തരും. നമുക്ക് ഈ ഒരു റിലേഷൻ അറിയുമ്പോൾ എന്ത് ചെയ്യാം, V1 by T1 is equal to ഇതിൽ നിന്നും V2 by T2 എന്ന് എഴുതാൻ പറ്റും. V2 by
T2 എന്ന് എഴുതാൻ പറ്റും. V1ഉം V2ഉം തന്നിട്ട് T1ഉം തരും, 3 കാര്യങ്ങൾ തരും, ഒന്ന് എന്ത് ചെയ്യും, അൺനോൺ ആക്കി വെക്കും, എന്നിട്ട് നമ്മളൊരു പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അടുത്തത് ജൂൾസ് ലോ ആണ്. രണ്ടാമത്തെ ജൂൾസ് ലോ. ജൂൾസ് ലോ എന്താണ്? ദ ലോ സ്റ്റേറ്റ് ദാറ്റ് ഇന്റേണൽ എനർജി U എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ഓഫ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് മാസ് ഡിപ്പെൻഡ്ലി ഓൺ ഓൺലി ടെമ്പറേച്ചർ. അതെന്താണ്? ഇന്റേണൽ എനർജി എന്തിനു മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ടെമ്പറേച്ചറിന്, അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി U is equal to C into T എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ du is equal to, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി du എന്ന് പറയുന്നത് CdTക്ക്, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് എന്താണ്, പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് ഇങ്ങനെ നമുക്ക് എന്താ പറയുക, വേർ C ഈസ് ദ കോൺസ്റ്റന്റ് കോൾഡ് എന്താണ്, ഈ C എന്ന് പറഞ്ഞ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരെന്താണ്? സ്പെസിഫിക് ഹീറ്റ്. ഇസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ്. ഇസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് ആണ്. C ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ആണ്. നെക്സ്റ്റ്, അത് CV ഉണ്ട്, CV ഉണ്ടാവാറുണ്ട്. അതിന് സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം ഉണ്ടാവാറുണ്ട്, സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷറും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പൊ du is equal to CdT എന്ന് പറയാം. ദാറ്റ് U is proportional to T ആണ്. അതാണ് അവർ പറയുന്നത് ജൂൾസ് ലോ പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, അവഗാഡ്രോ ലോ. അവഗാഡ്രോ ലോ ഓൾറെഡി 10ാം ക്ലാസ് പഠിക്കുന്നതാണ്. എന്താണ് അവഗാഡ്രോ പ്രിൻസിപ്പിൾ എന്നും അവഗാഡ്രോ ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താ ലോ? ദ ലോ വിച്ച് സ്റ്റേറ്റ് ദാറ്റ്, എന്താണ് ദ ലോ വിച്ച് സ്റ്റേറ്റ് ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, ഒരു ചിലപ്പോൾ എന്തായാലും ആറ്റത്തിന്റെ കൂട്ടായിരിക്കാം, അല്ലെങ്കിൽ മോളിക്യൂളിന്റെ കൂട്ടായിരിക്കാം. എന്തായാലും അതിന് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണല്ലോ ആറ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളായിട്ട് നിൽക്കുകയാണെങ്കിൽ മോളിക്യൂൾസ്, അതിന്റെ സ്മോളസ്റ്റ് അല്ല പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾ ഓഫ് എ ഗ്യാസ്, ദാറ്റ്സ് amount of gaseous substance കേസിലാണ് പറയുന്നത്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. N ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് atoms or number of molecules is directly proportional to volume occupied by the gas. ആ വോളിയം occupied by the gas, ആ ഗ്യാസ് occupy ചെയ്യുന്ന വോളിയത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എപ്പോഴാ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. പ്രഷറും ടെമ്പറേച്ചറും മാറാൻ പാടില്ല. ദാറ്റ് ഇസ് N is proportional to V എന്നിങ്ങനെ 3 ക്ലിയർ ആയല്ലോ? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണെന്ന് എന്താണ്? ചാൾസ് ലോ ആണ്. ഇനി ബോയിൽസ് ലോ ചോദിക്കാറുണ്ട്, ചില സമയത്ത് ബോയിൽസ് ലോ ചോദിക്കാറുണ്ട്. ബോയിൽസ് ലോ എന്ന് പറയുമ്പോൾ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ വോളിയം, നമ്മൾ സ്റ്റാർട്ടിങ് വോളിയം അല്ല പറഞ്ഞത്, അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇന്നത്തെ പഠിക്കും. ഇനി പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്താവണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് substance, the volume of the definite amount of the substance is directly proportional to pressure. Okay, എന്താണ് പറയേണ്ടത്? ബോയിൽസ് ലോ പറഞ്ഞാൽ at constant temperature the volume of definite amount of gas is directly proportional to pressure എന്നാണെന്ന് പറയുന്നത് ബോയിൽസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാ ലോയും ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വാട്ട് ഈസ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ നിന്നുണ്ടാവില്ല ഫോർവേഡ് റിയാക്ഷൻ റേറ്റും, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, റേറ്റ് ഓഫ്, ഇതൊരു റിയാക്ഷൻ, ഒരു സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ എന്താവും? റേറ്റ് ഓഫ് ഫോർവേഡും ബാക്ക്വേർഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പിന്നെ ടെമ്പറേച്ചർ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ എന്താ? നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങനെ എല്ലാ കണ്ടീഷനും, 3 കണ്ടീഷനും അത് ഒബേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാന്ന് പറയാം. എന്താ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം? ഇറ്റ് ഈസ് എ കണ്ടീഷൻ or a state of thermodynamic system. തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. എന്താണ്? ദ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ എന്നൊക്കെ പറഞ്ഞ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ എൻതാൽപ്പി എന്നൊക്കെ പറഞ്ഞ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ചേഞ്ച്, അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല വിത്ത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ആൻഡ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച് ടു അനദർ കണ്ടീഷൻ, മറ്റൊരു കണ്ടീഷനിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി അറ്റ് ദ എക്സ്പെൻസ് ഓഫ് എഫക്ട് ഓൺ അതർ സിസ്റ്റം, മറ്റൊരു സിസ്റ്റത്തിന് എഫക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റത്തിന്റെ എഫക്ട് ഇല്ലാതെ, ഒരു വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ഹീറ്റ് കൊടുക്കാതെ, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും അതിന്റെ മുകളിൽ ചെയ്യാതെ, ആ ഒരു സിസ്റ്റത്തിന്റെ മുകളിൽ ചെയ്യാതെ ഒരിക്കലും എന്തെങ്കിലും അതിനൊരു ചേഞ്ചും ഉണ്ടാവാത്ത അവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഇസ് ദ കണ്ടീഷൻ ഓർ എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റ് ആണ് അത് ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം. എന്താ പറയുന്നത്? തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ കണ്ടീഷൻ ആണ്. അവിടെ എന്ത് സംഭവിക്കും? ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ചേഞ്ച്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനെയാണ് എന്ത് വിളിക്കുന്നത്? തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. നമുക്ക് വേറൊരു ഡെഫിനിഷൻ പറയാം. A system is said to be in thermodynamic equilibrium. A system is said to be in thermodynamic equilibrium if it obeys
ഒന്ന് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. 3 2 കെമിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. 3 നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം, അഥവാ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. ഈ 3 ഇക്വിലിബ്രിയം കണ്ടീഷനും അത് സാറ്റിസ്ഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം. ഇറ്റ് ഈസ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇതാണ് എന്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്രോ ആൻഡ് മാർക്ക് ദ PV ഡയഗ്രാം ഓഫ് ഐസോതെർമൽ പ്രോസസ്. ഡ്രോ ദ PV ഡയഗ്രാം ഫോർ ഐസോതെർമൽ പ്രോസസ്. നമുക്കറിയാം ഐസോതെർമൽ PV ഡയഗ്രാം ആണ് നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. PV ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഐസോതെർമൽ പ്രോസസ് ടെമ്പറേച്ചർ എന്താണ്? എന്തിനാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഉള്ള പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഐസോതെർമൽ പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഇനി PV ഡയഗ്രാം പറയുമ്പോഴോ നമുക്ക് 2 ഉണ്ട്. PV ഡയഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ TS ഡയഗ്രാം ഉണ്ട്. PV ഡയഗ്രാം ഉണ്ട്, TS ഡയഗ്രാം ഉണ്ട് അല്ലെ, ഐസോതെർമൽ. അപ്പൊ PV ഡയഗ്രാം ഇത് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും. ഇത് എന്താണ്? വോളിയം കൂടുകയാണ്. ഇപ്പൊ എക്സ്പാൻഷൻ ആണ്. നമുക്ക് കംപ്രഷൻ വരയ്ക്കാം. കംപ്രഷൻ എന്ത് ചെയ്യും? ഇവിടുന്ന് ആരോ മാർക്ക് ഇങ്ങോട്ടായിരിക്കും. ഇത് എക്സ്പാൻഷൻ ആണെന്നുണ്ടെങ്കിൽ ആരോ മാർക്ക് എങ്ങോട്ടായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലെ. വോളിയം കൂടുന്ന പ്രോസസ് V1 എന്നുള്ള വോളിയത്തിൽ നിന്ന് V2 എന്നുള്ള വോളിയമായിട്ട് കൂടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് എക്സ്പാൻഷൻ പ്രോസസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ച് അങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ കംപ്രഷൻ പ്രോസസ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഗ്രാഫ് തരുന്നതായിട്ട് കർവായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്കറിയാം ഇതിന്റെ പറയുമ്പോൾ PV = nRT എന്നാണ്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ, നമുക്ക് പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? PV = nRT എന്നാണ്. ദാറ്റ് ഈസ് പ്രഷർ = nRT ഡിവൈഡ് ബൈ V. ആ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ഏത് പോയിന്റിലുള്ള പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സോ ഇതാണ് PV ഡയഗ്രാം. ഇനി TS ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിലോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഇത് TS ഡയഗ്രാം ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ഇപ്പൊ ഇതാണ് ഇതിന്റെ PV ഡയഗ്രാം. TS ഡയഗ്രാം നേരത്തെ വരച്ചു തന്നു. ഓക്കെ, PV ഡയഗ്രാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ അബൌട്ട് ദ ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഏത് ലോ ആണ്? സിറോത്ത് ലോ. അപ്പൊ നമ്മൾ സിറോത്ത് ലോ പഠിക്കണം, ഫസ്റ്റ് ലോ പഠിക്കണം, സെക്കൻഡ് ലോ പഠിക്കണം. ഇത് 3 ലോസിന് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പക്ഷെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഇപ്പൊ സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത് അല്ലെ? വെൻ എ ബോഡി എ, ഇവിടെ ABC എന്ന് പറഞ്ഞ 3 ബോഡികളാണുള്ളത്. വെൻ എ ബോഡി എ ഈസ് തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബോഡി ബി. എയും ബിയും എന്താണ്? തെർമൽ, ഒരേ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഓഫ് എയും ടെമ്പറേച്ചർ ഓഫ് ടെമ്പറേച്ചർ ഓഫ് ബിയും എന്താണ്? സെയിം ആണ്. ടെമ്പറേച്ചർ ഓഫ് എയും ടെമ്പറേച്ചർ ഓഫ് ബിയും സെയിം ആണ് അല്ലേ? അത് പറഞ്ഞു. വെൻ എ ബോഡി എ ഈസ് തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അനദർ ബോഡി ബി ആൻഡ് ഓൾസോ സെപ്പറേറ്റ്ലി. ഇത് ഒന്നും കൂട്ടാതെ അത് വേറെ നോക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അടുത്ത പറയുന്നത് എന്താണ്? ആൻഡ് ഓൾസോ സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ബോഡി സിയുമായിട്ട് സെപ്പറേറ്റ്ലി എന്താണ്? ബോഡി സിയുമായിട്ട് എന്താണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ആര്? TA. അപ്പൊ TA = TC ആണ്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു TA = TB ആണ്, TA = TC ആണ്. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? TBയും TCയും എന്താണ്? ഓൾസോ തെർമൽ ഇക്വിലിബ്രിയത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് രണ്ടും, ഇത് 5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇതും 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് 5 ഡിഗ്രി സെൽഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇതും 5 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? TBയും TCയും സെയിം ആണെന്ന് പറഞ്ഞൂടെ? അതുപോലെ തന്നെ വഴി പറഞ്ഞ എന്താണ്? ആൻഡ് ദെൻ ബോഡി ബി ആൻഡ് സി. അങ്ങനെയാണ് ബോഡി ബിയും ബോഡി സിയും എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ഓൾസോ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. അവ തമ്മിൽ എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതിനെയാണ് ഇത് വിളിക്കുന്നത് സിറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ലോ ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് മെഷർമെന്റ്. ഇതാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. കാരണം എന്താണ്? നമ്മളൊരു ബോഡിയിൽ എന്ത് ചെയ്യും? തെർമോമീറ്റർ മുക്കിയിട്ടുണ്ട് എടുക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും ഇതിന്റെ ടെമ്പറേച്ചർ എന്താണ്? അതിന്റെ ടെമ്പറേച്ചറിന് ഈക്വൽ ആയിരിക്കും, അതുകൊണ്ടാണ് ഇത് റീഡിങ് കാണിക്കുന്നത് അല്ല. അവർ ഓൾറെഡി എന്ത് ചെയ്യും? ആ ഒരു മുക്കുന്ന സമയത്ത് അവർ തമ്മിൽ എന്ത് ചെയ്യും? ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരും. ആ തെർമൽ ഇക്വിലിബ്രിയത്തിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് നമുക്ക് ആ ടെമ്പറേച്ചർ ലഭിക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്, ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? പാർട്ട് സിയിലേക്ക് പോവാം. പാർട്ട് സിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Draw the diagram of TS. Draw the PV diagram and TS diagram of
ഫോളോയിങ് താഴെ പറയുന്നതിന്റെ ഒക്കെ എന്ത് ചെയ്യുക പി വി ഡയഗ്രാം അതുപോലെ തന്നെ ടി എസ് ഡയഗ്രാം വരയ്ക്കുക. ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോറിക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോറിക് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം എന്നാണ്. എന്താ അർത്ഥം വരുന്നത്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കോറിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ പ്രഷർ വോളിയം വരയ്ക്കുന്ന സമയത്ത് വോളിയം ചേഞ്ച് ചെയ്യാൻ പാടില്ല. വോളിയം ചേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ ഇല്ല. V1 ഈസ് ഈക്വൽ ടു V2 അല്ലെ, രണ്ടിന്റെയും വോളിയം എന്താണ്? സെയിം ആണ്. V1 ഈക്വൽ ടു V2 അങ്ങനെയുള്ള വോളിയം ചേഞ്ച് ചെയ്യാത്ത പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് ഐസോകോറിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിന്റെ TS ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഒരു കർവാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വോളിയം കൂടുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ പ്രഷർ കൂടുന്നുണ്ട്. വോളിയം മാറുന്നില്ലെങ്കിലും പ്രഷർ കൂടുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിൽ പ്രഷർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിലെ മോളിക്യൂൾസിന്റെ എൻട്രോപ്പി കൂടും. അപ്പൊ എൻട്രോപ്പി കൂടുന്നതാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. വോളിയം കൂടുന്നില്ലെങ്കിലും പ്രഷർ കൂടുന്നുണ്ട്. പ്രഷർ കൂടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? മോളിക്യൂൾസിന്റെ ആറ്റംസിന്റെയും മോളിക്യൂൾസിന്റെ ഒക്കെ എന്ത് ചെയ്യും? എൻട്രോപ്പി കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇതുപോലെ 1 to 2 പ്രോസസ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, വരച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇവിടെ വോളിയം മാറുന്നില്ല, പക്ഷെ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ P1 എന്നുള്ള ഈ പ്രഷറിൽ നിന്നും P2 എന്നുള്ള ഈ പ്രഷറിലേക്ക് പ്രഷർ കൂടിയിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ മുകളിൽ പ്രഷർ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അതിന്റെ മോളിക്യൂൾസ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ, മൂവ് ചെയ്യാൻ അതിന്റെ എൻട്രോപ്പി കൂടാറുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതി വരച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഐസോബാറിക്. ബാറിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ അല്ലെ. ബാർ എന്ന് പറഞ്ഞാൽ പ്രഷർ ആണ്. പ്രഷർ കോൺസ്റ്റന്റ്. ഐസോ എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ്. സോ പ്രഷർ കോൺസ്റ്റന്റ് ആയ പ്രോസസ് എങ്ങനെയായിരിക്കും? ഈ പ്രഷർ എന്ത് ചെയ്യും? P1 ഈസ് ഈക്വൽ ടു P2 കണ്ടില്ലേ? പ്രഷർ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇവിടെ വോളിയം എന്ത് ചെയ്തു? V1 എന്ന വോളിയത്തിൽ നിന്നും V2 എന്ന വോളിയത്തിലേക്ക് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ പ്രോസസ് എന്ന് കൂടി വിളിക്കുക. ഇതിനെ വിളിക്കുന്നത് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ പ്രോസസ്. നമുക്കറിയാം പ്രഷർ എന്താണ്? സെയിം ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? വോളിയം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രഷർ സെയിം ആണ്, വോളിയം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ തീർച്ചയായും എന്ത് ചെയ്യണം? അത് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ഹീറ്റ് വോളിയം കൂടുന്നുണ്ട്. വോളിയം കൂടിയാൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ പറ്റും. ആദ്യം ഇത്രയും പാത്രത്തിൽ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. ഇതിനൊരു പ്രഷർ ഉണ്ടായിരിക്കും. പക്ഷേ ഈ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടുന്ന ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടും. പക്ഷെ പ്രഷർ മാറാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രം എന്ത് ചെയ്യണം? ഇങ്ങനെ വലുതാക്കി കൊടുത്തോണ്ടേയിരിക്കണം അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ വോളിയം കൂടുന്നത്. സോ വോളിയം കൂടുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് അറിയാം എന്താണ്? അത് എൻട്രോപ്പി കൂടുന്നുണ്ട്. സോ എൻട്രോപ്പി കൂടുന്നുണ്ട്. ഇവിടെ എൻട്രോപ്പി കൂടുന്നുണ്ട് അല്ലെ. വോളിയം കൂടുക എന്ന് വെച്ചാൽ എന്താണ്? വോളിയം കൂടുക വെച്ചാൽ എന്താ? അതിന്റെ മോളിക്യൂൾസിൽ മൂവ് ചെയ്യുന്ന സ്ഥാനം കൂടിയല്ലേ, സ്ഥലം കൂടിയല്ലേ, ഡിസോർഡർനെസ് കൂടല്ലേ. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൾഡ് എൻട്രോപ്പി. എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൂടി വരുന്നുണ്ട്. 1 to 2 പ്രോസസ് കൂടി വരുന്നുണ്ട്. അതാണ് TS ഡയഗ്രാം. ഇത് T ആണ്, ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഓക്കെ ആണല്ലോ? സോ ഇവിടെ എന്താണ്? പ്രഷർ മാറാൻ പാടില്ല. ദിസ് കോൾഡ് എന്താണ്? ഐസോബാറിക് പ്രോസസ് എന്ന് വിളിക്കും. നെക്സ്റ്റ് പോളിട്രോപിക് പ്രോസസ്. പോളിട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഈ N is equal to 1 അല്ലാത്ത ഈ എല്ലാ പ്രോസസ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? പോളിട്രോപിക് പ്രോസസ് എന്ന് വിളിക്കാം. പോളിട്രോപിക് പ്രോസസ് എന്ന് വിളിക്കാം. അതായത് N is 1.4 ആണെങ്കിൽ അഡയബാറ്റിക് പ്രോസസ് ആണ് അല്ലെ. N is equal to 1 ആണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും? നമുക്ക് ഡിഫറെന്റ് ഐസോതെർമലും അല്ലെ, ഐസോകോറിക് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ കിട്ടാറുണ്ട് അല്ലെ. അങ്ങനെ 1ഉം അതായത് ഈ 1 and 1.4 അല്ലാത്ത ഈ പ്രോസസ്സിനൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? പോളിട്രോപിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് എ സിസ്റ്റം contains 2 kilogram of 37 gas at 37 degrees Celsius. Okay, 37 degrees Celsius and is reversible non-flow constant volume process. എന്താണ് റിവേഴ്സിബിൾ? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. till the pressure is doubled. Find the final temperature, work done, heat transfer and the change in internal energy. ഇത്രയും കാര്യങ്ങൾ നമ്മളോട് എന്ത് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്? കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോഴാ ഗിവൺ ഡാറ്റാസുകൾ ആദ്യം എഴുതുക. ഗിവൺ ഡാറ്റാസുകൾ എടുത്ത് എഴുതി വെക്കുക. ഓക്കെ. ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ്? ഗിവൺ ഡാറ്റാസ്. 1. Mass of the substance, mass of the gas 2 kilogram and heated reversible non-flow at 37 till the pressure is doubled. അതായത് പ്രഷർ ഡബിൾ ആവുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹീറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ്? ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ്? T1 സിസ്റ്റം കണ്ടെയ്ൻ. ഓക്കെ. T1 എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഹീറ്റഡ് ഇൻ റിവേഴ്സിബിൾ നോൺ ഫ്ലോ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ് എന്ത് ചെയ്യുന്നത്? വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം
കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഐസോകോറിക് പ്രോസസ് ആണ്. ഐസോകോറിക് പ്രോസസ്സിന്റെ എന്താണ്, ദാറ്റ് ഈസ് ഇതാണ് പി വി ഡയഗ്രാം അല്ലേ. അതുപോലെ ടി എസ് ഡയഗ്രാം വരക്കുന്ന സമയത്ത് എൻട്രോപ്പി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. പ്രഷർ കൂടും. 1 to 2 പ്രോസസ് അല്ല, 1 to 2 പ്രോസസ്. ഓക്കെ, T1 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. വോളിയത്തിൽ ദ പ്രഷർ ഈസ് ഡബിൾഡ്. പ്രഷർ എന്തായിട്ട് മാറി, ഇത് P1 ആണ്, ഇതെന്താണ് P2 ആണ്. ദാറ്റ് ഈസ് P2 എന്ന് പറഞ്ഞാൽ പ്രഷർ ഈസ് ഡബിൾഡ് ആണ്. P2 എന്ന് പറഞ്ഞാൽ 2P1 ആണ്. പിന്നെ ഫൈൻഡ് ദ ഫൈനൽ ടെമ്പറേച്ചർ കാണണം, T2 കാണണം. ഇത് T1 ആണ്, ഇത് T2 ആണ്, T2 കാണണം. ഓക്കെ, T2. അപ്പൊ നമുക്ക് പ്രഷർ ഡബിൾ ആകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എന്ത് പ്രോസസ്സാണ്, ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഐസ് വോളിയം പ്രോസസ് ആണ്. നമുക്കറിയാം PV is equal to nRT ആണ്. കോൺസ്റ്റന്റ് വോളിയം ആണ് എന്നുണ്ടെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആയി പോയി. പിന്നെ ഓൾറെഡി എന്താണ്, ആറൊക്കെ കോൺസ്റ്റന്റ് ആണ്, എന്നും ആറൊക്കെ എന്താണ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് P/T ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള ഇക്വേഷനിലേക്ക് വരും. P/T ഈസ് എ കോൺസ്റ്റന്റ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, P1/T1 ഈസ് ഈക്വൽ ടു P2/T2 എന്ന് പറയാൻ പറ്റൂലേ. ദാറ്റ് ഈസ് ഓൾറെഡി നമുക്കറിയാം എന്താണ്, T2 ഈക്വൽ, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് T2 ഡിവൈഡ് ബൈ T2 ഇങ്ങോട്ട് പോയിട്ടോ, T2 ഡിവൈഡ് ബൈ T1 ഈക്വൽ ടു, ഈ P2 ഇവിടെ ഉണ്ട്, ഇവിടെയുള്ള P1 എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുവന്നു P1. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് P1 ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, P1 ഇൻറ്റു T2 ഈക്വൽ ടു P2 ഇൻറ്റു T1 അല്ലേ, P2 ഇൻറ്റു T1. ഇനി T2 ഇവിടെ നിർത്താം, T2 ഇസ് ഈക്വൽ ടു P2 T1, T2 ഈക്വൽ ടു P2 T1 ഡിവൈഡഡ് ബൈ P1. ഓക്കെ, P2/P2ന്റെ വാല്യൂ ഇത്രയും നമുക്ക് ഓൾറെഡി അറിയാം. P2 എന്ന് പറഞ്ഞാൽ 2P1 ആണ്, ഇൻറ്റു T1 ഡിവൈഡ് ബൈ P1. ഈ P1ഉം P1ഉം കട്ടായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു T1 ആവും. 2 ഇൻറ്റു T1 ഓൾറെഡി എത്രയാണ്, 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37ന്റെ ഡബിൾ, ദാറ്റ് ഈസ് 37 ഡിഗ്രി സെൽഷ്യസ് മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 273 പ്ലസ് 37 അപ്പൊ എത്ര വരും? ഓക്കെ, 7 ആവുമ്പം 80, 80ഉം 30ഉം 310 ഡിഗ്രി കെൽവിൻ കിട്ടും അല്ലെ, 310 ഡിഗ്രി കെൽവിൻ. അപ്പൊ 2 ഇൻറ്റു 310 എന്ന് പറഞ്ഞാൽ 620 ഡിഗ്രി കെൽവിൻ ആൻസർ കിട്ടും. ആൻസർ ഈസ് 620 ഡിഗ്രി കെൽവിൻ. ഓക്കെ ആണോ? ഇതാണ് ഫസ്റ്റ്. ഫൈൻഡ് ദ ഫൈനൽ ടെമ്പറേച്ചർ ആയല്ലോ. ഇനി അടുത്തത് വർക്ക് ഡൺ ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്, W is equal to ഇന്റഗ്രൽ PdV എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 to 2 ആണ് കേട്ടോ, 1 മുതൽ 2 വരെ. ദാറ്റ് ഈസ് പ്രഷർ എന്താണ്, ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് വരുന്നത്, വോളിയം കോൺസ്റ്റന്റ് ആണ്. സോ DV എന്നുള്ളത് എന്താണ്, 1 to 2 P ഇൻറ്റു DV എന്നുള്ളത് എന്താണ്, ചേഞ്ച് ഇൻ വോളിയം 0 ആണ്. 0നെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഓട്ടോമാറ്റിക് എന്തായിരിക്കും, വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിട്ട് മാറും. വർക്ക് ഡൺ 0 ആയിട്ട് മാറും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഹീറ്റ് ട്രാൻസ്ഫേർഡ് ആൻഡ് ദ ഇന്റേണൽ എനർജി ചേഞ്ച്. ഇപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഇതുകൊണ്ട് ആൻസർ ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, ഓക്കെ ഇവിടേക്ക് പോവാം. ഇപ്പൊ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് U പ്ലസ് W, Q is equal to U പ്ലസ് W എന്നാണ്. ഇവിടെ W 0 ആണ്. ദാറ്റ് ഇസ് Q is equal to ഫുൾ എന്താണ്, U ആണ്. യുടെ ഇക്വേഷൻ എന്താണ്, MCV/dt എന്നാണ്. MCV/dt ആണ്. സോ M എത്രയാണ്, M മാസ് നമുക്ക് പറഞ്ഞിട്ട് 2 കിലോഗ്രാം ആണ്. CV നമുക്ക് തന്നിട്ടുണ്ട് 0.72 കിലോ ജൂൾ ആണ്. ഇൻറ്റു DT എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ കണ്ടുപിടിച്ചു, 620 മൈനസ് 310 അല്ല 310, 620 മൈനസ് 310. ദാറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 2.7 620 2 ഇൻറ്റു 0.72 ഇൻറ്റു 310 തന്നെ വരും അല്ലെ, 310 തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 446.4 കിലോ ജൂൾ. എന്തുകൊണ്ട് കിലോ ജൂൾ ഇട്ടു, ഇവിടെ 0.72 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും, 446.2 കിലോ ജൂൾ. ഇനി അടുത്തത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി തന്നെയല്ലേ നമ്മളിപ്പോ കണ്ടുപിടിച്ചു, രണ്ടും സെയിം അല്ലേ. അപ്പൊ Q is equal to U is equal to എത്ര, 446.4 കിലോ ജൂൾ ആണ്. ദാറ്റ് ഇസ് U എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്,
Change in internal energy also equal to same. Answer is same. Okay. Next. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല രീതിയിൽ വീഡിയോ കാണുക. സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. താങ്ക് യു.